എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +2 പബ്ലിക് എക്സാമിനേഷൻ ഈ വരുന്ന മാർച്ച് 1-ാം തീയതി മുതൽ ആരംഭിക്കുകയാണ്. അപ്പോൾ വിദ്യാർത്ഥികളിൽ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്, ഞങ്ങൾക്ക് +2 എക്സാമിനേഷന് രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അതായത് കമ്പാർട്ട്മെൻറ്റൽ വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികളായിരുന്നു. അതായത് +2 ഫെയിൽഡ് ആയിട്ടുണ്ടായിരുന്ന, കഴിഞ്ഞ വർഷം +2 ഫെയിൽഡ് ആയിട്ടുണ്ടായിരുന്ന വിദ്യാർത്ഥികളായിരുന്നു ഈ ഒരു +2 പബ്ലിക് എക്സാമിനേഷൻ രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇനി രജിസ്ട്രേഷൻ ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരിക്കുമോ, സാധിക്കുമോ എന്നിങ്ങനെ വിദ്യാർത്ഥികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു രജിസ്ട്രേഷനുള്ള സൗകര്യം സാധാരണഗതിയിൽ, അതായത് മുൻ വർഷങ്ങളിൽ ഏകദേശം ജനുവരി മാസത്തിൽ രജിസ്ട്രേഷൻ സാധിക്കാതിരുന്ന വിദ്യാർത്ഥികൾക്ക് ഏകദേശം 600 രൂപ ഫൈനോട് കൂടിയുള്ള രജിസ്ട്രേഷനുള്ള സൗകര്യം നൽകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതേ രീതിയിൽ ഈ വർഷവും സൗകര്യം നൽകാനുള്ള സാധ്യതയാണ് കാണുന്നത്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ രീതിയിൽ അവസരം ലഭിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ അവസരം ലഭിക്കുകയാണെങ്കിൽ വിദ്യാർത്ഥികൾ ഈ ഒരു രജിസ്ട്രേഷൻ ചെയ്തുകൊണ്ട് ഈ ഒരു എക്സാമിനേഷൻ എഴുതാനായിട്ട് ശ്രമിക്കേണ്ടതാണ്. കാരണം വിദ്യാർത്ഥികൾ, അതായത് നിങ്ങൾ എഴുതുന്നതിന്, അതായത് ഒരു വിദ്യാർത്ഥി +2 കഴിഞ്ഞ ശേഷം ഏകദേശം 5 വർഷത്തിനുള്ളിൽ തന്നെ വിദ്യാർത്ഥികൾ ആ ഒരു +2 ആ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് എടുക്കേണ്ടതുണ്ട്. അതിനുശേഷം പിന്നീട് നിങ്ങൾ എഴുതാതെ അല്ലെങ്കിൽ പാസ്സാവാതിരുന്നാൽ പിന്നീട് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് എക്സാമിനേഷൻ എഴുതിയെടുക്കാനായിട്ട് സാധിക്കുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു സർക്കുലർ ഈ മാസത്തോടെ വരാനാണ് സാധ്യത. മുൻ വർഷങ്ങളിലൊക്കെ ഏകദേശം ജനുവരി മാസത്തിൽ തന്നെയാണ് ഈ ഒരു രീതിയിൽ ഈ ഒരു രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കാതിരുന്ന വിദ്യാർത്ഥികൾക്ക് രജിസ്ട്രേഷനുള്ള അവസരം നൽകിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിങ്ങൾ ഈ ഒരു dhsc.kerala.gov.in എന്ന ഈ ഒരു വെബ്സൈറ്റ് നിങ്ങൾ ഡെയിലി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. കാരണം ഈ ഒരു സർക്കുലർ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഏകദേശം 2 ദിവസത്തോളം മാത്രമാണ് രജിസ്ട്രേഷനുള്ള അവസരം ലഭിക്കുക. നിങ്ങളുടെ സ്കൂളിൽ പോയിക്കൊണ്ട് രജിസ്ട്രേഷൻ ചെയ്യുന്നതിനുള്ള സൗകര്യമാണ് ലഭിക്കുക. അപ്പോൾ ഈ ഒരു എപ്പോഴാണ് വരിക, ആ ഒരു വരുന്ന സമയത്ത് ചിലപ്പോൾ ഈ ഒരു വീഡിയോ ഇടുന്ന സമയത്ത് നിങ്ങൾ എല്ലാവരും ആ ഒരു ഡീറ്റെയിൽസ് അറിയണം എന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഡെയിലി ഒന്ന് ഈ ഒരു വെബ്സൈറ്റ് ചെക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് dhsc.kerala.gov.in എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത ശേഷം നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് എക്സാമിനേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. അപ്പോൾ ആ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ അവസരം ലഭിക്കുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ടുള്ള സർക്കുലർ അവിടെ വരുന്നതാണ്. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ നിങ്ങൾ കറക്റ്റായിട്ട് ആ ഒരു സ്കൂളിൽ പോയിട്ട് അപേക്ഷ നൽകുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു ഭാഗത്താണ്, ആ ഒരു എക്സാമിനേഷൻ്റെ ഭാഗത്താണ് അതിൻ്റെ ആ ഒരു സർക്കുലർ വരാറുള്ളത്. അപ്പോൾ ഇത് നിങ്ങളോട് പറയാൻ കാരണം, ഈ ഒരു സർക്കുലർ വരുന്ന സമയത്ത് ചിലപ്പോൾ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ എല്ലാവരും അത് കാണണമെന്നില്ല, ചിലപ്പോൾ നിങ്ങളുടെ ശ്രദ്ധയിൽ പെടണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു വെബ്സൈറ്റ് ഡെയിലി ചെക്ക് ചെയ്ത് നോക്കുക. എപ്പോഴും സർക്കുലർ വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം ചെക്ക് ചെയ്ത് നോക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി വിദ്യാർത്ഥികൾ ചോദിച്ചിട്ടുണ്ടായിരുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്, ഓൾറെഡി +1 ഇംപ്രൂവ്മെൻറ്റ് എക്സാമിനേഷൻ നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ വീണ്ടും ഈ ഒരു +2 പബ്ലിക് എക്സാമിനേഷൻ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതുണ്ടോ എന്നുള്ളത്. അപ്പോൾ ഈ വർഷം നടന്നിട്ടുണ്ടായിരുന്ന +1 ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്ക് നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ വീണ്ടും ഈ ഒരു +2 പബ്ലിക് എക്സാമിനേഷൻ നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതില്ല. അതായത് നിങ്ങൾ ഒരു +1 ഇംപ്രൂവ്മെൻറ്റ് എക്സാമിനേഷൻ നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ ഓൾറെഡി നിങ്ങളുടെ ആ ഒരു +1 ഇംപ്രൂവ്മെൻറ്റിന് രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു സബ്ജക്റ്റ് മുഴുവൻ +2 പബ്ലിക് എക്സാമിനേഷൻ കൂടി ഓൾറെഡി രജിസ്ട്രേഷൻ ചെയ്യപ്പെടും. കാരണം നിങ്ങൾ കമ്പാർട്ട്മെൻറ്റൽ വിദ്യാർത്ഥികൾ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ അടച്ചിട്ടുണ്ടായിരുന്ന ഫീസ് എന്ന് പറയുന്നത് ഒരു സബ്ജക്റ്റിന് 225 രൂപ പെർ സബ്ജക്റ്റും അതുപോലെ തന്നെ 80 രൂപ സർട്ടിഫിക്കറ്റ് ഫീസുമാണ് നൽകിയിട്ടുണ്ടാവുക. ഈ ഒരു 80 എന്ന് പറയുന്നത് നിങ്ങളുടെ +1ൻ്റെ സർട്ടിഫിക്കറ്റ് ഫീസായിട്ടുള്ള 40 രൂപയും അതുപോലെ +2വിൻ്റെ സർട്ടിഫിക്കറ്റ് ഫീസായിട്ടുള്ള 40 രൂപയും കൂട്ടിയിട്ടാണ് ഈ ഒരു 80 അതായത് 80 രൂപ ആ ഒരു ഫീസിനത്തിൽ, ആ ഒരു സർട്ടിഫിക്കറ്റ് ഫീസിനത്തിൽ വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വർഷത്തെ നടന്നിട്ടുണ്ടായിരുന്ന +1 ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടായിരുന്ന വിദ്യാർത്ഥികൾ വീണ്ടും +2 പബ്ലിക് എക്സാമിനേഷന് രജിസ്ട്രേഷൻ ചെയ്യേണ്ടതില്ല. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ആ ഒരു സബ്ജക്റ്റൊക്കെ +2 പബ്ലിക് എക്സാമിനേഷന് നിങ്ങളുടെ ആ ഒരു സ്കൂളിൽ ഓട്ടോമാറ്റിക്കലി രജിസ്റ്റേർഡ് ആയിട്ടുണ്ടാവും. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് നിങ്ങളുടെ ഈ ഒരു +1 ഇംപ്രൂവ്മെൻറ്റ് നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ഹോൾ ടിക്കറ്റിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ ഒരു എല്ലാവിധ സബ്ജക്റ്റിൻ്റെ ആ ഒരു എക്സാമും കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ +2 ആ ഒരു പബ്ലിക് എക്സാമിനേഷൻ വരുന്ന സമയത്ത് ഏകദേശം മാർച്ച് 1-നാണ് എക്സാമിനേഷൻ ആരംഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു മോഡൽ എക്സാമിനേഷൻ ഒക്കെ ആരംഭിക്കുന്ന സമയത്ത് തന്നെ സർട്ടിഫിക്കറ്റ് അതായത് ഹോൾ ടിക്കറ്റ് നൽകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏകദേശം ഫെബ്രുവരി പകുതിയാവുന്നതിന് മുമ്പായിട്ട് സ്കൂൾ കോൺടാക്റ്റ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് സ്കൂളിൽ നിന്നും ആ ഒരു ഹോൾ ടിക്കറ്റ് ലഭ്യമാകുന്നതാണ്. അപ്പോൾ ആ ഒരു ഹോൾ ടിക്കറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു സ്കൂളിൽ പോയിട്ട് എക്സാമിനേഷൻ എഴുതാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇതുവരെ ഈ ഒരു +1 ഇംപ്രൂവ്മെൻറ്റ് രജിസ്ട്രേഷൻ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ +2 പബ്ലിക് എക്സാമിനേഷൻ രജിസ്ട്രേഷൻ ചെയ്തിട്ടില്ല, അതായത് +1 ഇംപ്രൂവ്മെൻറ്റിന് രജിസ്ട്രേഷൻ ചെയ്ത കമ്പാർട്ട്മെൻറ്റൽ വിദ്യാർത്ഥികൾ വീണ്ടും രജിസ്ട്രേഷൻ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അതേസമയം +2 അല്ലെങ്കിൽ +1 ഇംപ്രൂവ്മെൻറ്റിന് രജിസ്ട്രേഷൻ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ +2 പബ്ലിക് എക്സാമിനേഷൻ രജിസ്ട്രേഷൻ ചെയ്യാതിരുന്ന വിദ്യാർത്ഥികൾ ഈ ഒരു വെബ്സൈറ്റ് ഡെയിലി ചെക്ക് ചെയ്ത് നോക്കുക. ഈ ഒരു ഭാഗത്താണ് സർക്കുലർ വരിക. സർക്കുലർ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു സ്കൂളിൽ പോയിട്ട് രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അടുത്ത വർഷം തൊട്ട് +1 ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ ഉണ്ടായിരിക്കുന്നതല്ല, അത് മാർച്ച് മാസത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു വർഷം കാത്തിരിക്കേണ്ടതായിട്ട് വരുന്നതാണ് ഈ ഒരു എക്സാമിനേഷനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു എക്സാമിനേഷനായിട്ടുള്ള സർക്കുലർ വരുന്ന സമയത്ത് കറക്റ്റായിട്ട് ശ്രദ്ധിച്ച ശേഷം നിങ്ങൾ ആ ഒരു രജിസ്ട്രേഷൻ നൽകാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.